നമസ്കാരം. രഹസ്യ ക്യാമറയുള്ള കണ്ണടയുമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷായെ ജാമ്യത്തിൽ വിട്ട പോലീസ് നടപടി വിവാദത്തിൽ. ഇതോടെ ഇയാളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകാനാണ് ഇയാൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് ഇയാൾ പാലിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. സുരേന്ദ്ര ഷായിൽ നിന്ന് പിടിച്ചെടുത്ത കണ്ണടയും മൊബൈലും പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് എത്തിയതാണെന്നും കൗതുകം കൊണ്ട് മാത്രം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തെന്നുമായിരുന്നു ആദ്യ മൊഴി. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ച സുരേന്ദ്ര ഷാ ഗുജറാത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയും ഇതോടെ കൂടുതൽ ചർച്ചകളിൽ എത്തുകയാണ്. ക്ഷേത്രത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമായതോടെ ഇയാളെ പോലീസിന് ജീവനക്കാർ കൈമാറുകയായിരുന്നു. മെറ്റാഗ്ലാസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മെറ്റയാണ് ഇതും പുറത്തിറക്കുന്നത്. AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ കണ്ണടയുടെ ഫീച്ചറുകൾ ഏറെ ചർച്ചയായിട്ടുള്ളതാണ്. സംസാരം വരെ തർജ്ജമ ചെയ്യാൻ സാധിക്കും. കണ്ണടയിലൂടെ കാണുന്ന ദൃശ്യങ്ങളെ സോഷ്യൽ മീഡിയ വഴി ലൈവ് സ്ട്രീം ചെയ്യാനും കഴിയും. മെറ്റാ കണ്ണടകൾ വഴി കാണുന്ന എല്ലാത്തിൻ്റെയും ഫോട്ടോകളും വീഡിയോകളും ഉടനടി എടുക്കാം. ബിൽറ്റ് ഇൻ ക്യാമറയാണ് ഈ സ്മാർട്ട് ഗ്ലാസുകളിൽ ഉള്ളത്. ഹാൻഡ് ഫ്രീ ആയി എല്ലാ ദൃശ്യങ്ങളും പകർത്താനും സാധിക്കും. സംഗീതവും പോഡ്കാസ്റ്റുകളും കേൾക്കുകയും ചെയ്യാം. ഇത്തരത്തിലെ അതിനൂതന ക്യാമറ വന്നിട്ട് പോലും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കണ്ടെത്താൻ ആയില്ല എന്നത് ഗൗരവമുള്ള വിഷയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷ ശക്തമാക്കാൻ ക്ഷേത്ര ഭരണസമിതി ഇടപെടുന്നതായിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ള തസ്തികകൾ നികത്തണം എന്നാവശ്യപ്പെട്ട ഭരണസമിതി പോലീസ് മേധാവിക്ക് കത്ത് നൽകും. സുരേന്ദ്ര ഷായുടെ നുഴഞ്ഞുകയറ്റം ഗൗരവത്തോടെയാണ് ഭരണസമിതിയും കാണുന്നത്. സുരേന്ദ്ര ഷാ കണ്ണടയിലെ മെമ്മറി കാർഡിലും ബ്ലൂടൂത്ത് വഴി മൊബൈൽ ഫോണിലും ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ ശേഖരിച്ചതെന്ന സംശയവും പോലീസിനുണ്ട്. കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ട ക്ഷേത്ര ജീവനക്കാരനാണ് പോലീസിന്റെ സഹായത്തോടെ ഇയാളെ പിടികൂടിയത്. ശ്രീകോവിലിന് മുന്നിലുള്ള ഒറ്റക്കൽ മണ്ഡപത്തിൽ വച്ചായിരുന്നു സംഭവം. അതായത് പോലീസ് സുരക്ഷാ സംവിധാനത്തെ എല്ലാം ഇയാൾ വെട്ടിച്ചു. ഏറെ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് രഹസ്യ ക്യാമറയുമായി ഇയാൾ ഞായറാഴ്ച ശ്രീകോവിലിന് മുന്നിൽ വരെ എത്തിയത്. ജീവനക്കാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇയാൾ ദൃശ്യങ്ങളുമായി പുറത്തേക്ക് പോകുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്ര അധികാരികൾ തന്നെ സുരക്ഷാ വീഴ്ചയിൽ നടപടികൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേത്ര അധികാരികൾ തന്നെ പോലീസ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങളും വാങ്ങി നൽകും. സുരക്ഷയ്ക്ക് വേണ്ട ക്യാമറകളടക്കമുള്ളവ പോലീസ് നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് വാങ്ങി നൽകാറുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആധുനിക പരിശോധനാ ഉപകരണങ്ങൾ വാങ്ങി നൽകാനുള്ള ശുപാർശ ക്ഷേത്ര ഭരണസമിതിയുടെ പരിഗണനയിലാണ്.